വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാത്രിയായിട്ടും ഈ കുട്ടികളാണെങ്കിൽ സത്യയും പപ്പിയാണെങ്കിലും ഉറങ്ങുന്നില്ല, രണ്ടുപേരും ഇങ്ങനെ കട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവർ ആ വിഷ്ണു വരാത്തതിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഈ അച്ഛൻ എന്താ ശാരദാമ്മ വരാത്തത്, അച്ഛന് നമ്മളെ വേണ്ടേ എന്നിങ്ങനെ സത്യമാണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരവും ഇല്ല. ആകെ ഒരു വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ശാരദാമ്മ ഇരിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ശാരദാമ്മയോട് സംസാരിക്കുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനെ കുറിച്ചാണ്. ആ ഒരു വഴിപാട് കുട്ടികളെ കൊണ്ട് ആ ഒരു കർമ്മം ചെയ്യിക്കുന്ന ആ യാത്രയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സത്യമ്മ പറഞ്ഞത് ശിവനെയും കൂട്ടി പോകാനാണ്, അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ശാരദാമ്മയോടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ അതേ രാത്രി തന്നെയാണ് ശിവനാണെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ആ ഒരു യൂട്യൂബറെ ആ ഒരു തട്ടുകടയിൽ വെച്ച് കാണുന്നുണ്ട് അയാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട്. അന്നേരം ശിവനും ചെന്ന് ഒരു കസേര നീക്കിയിട്ട് അയാളുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ഇതിനെയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ്റെ ഈ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ ഇയാൾക്ക് ആകപ്പാടെ അങ്ങോട്ട് പേടി വരികയാണ്, പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരെയൊക്കെ നോക്കുകയാണ്. ശിവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇച്ചിരി ധൈര്യത്തിൽ അയാൾ ചോദിക്കുകയാണ്, നീ എന്താടാ ഗുണ്ടായിസം കാണിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവനങ്ങ് എഴുന്നേറ്റിട്ട് കാണിച്ചില്ലല്ലോ, ഇനി കാണിക്കാൻ പോണേയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഫ്ലുവൻസറുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അടി കൊണ്ട് ആ കസേരയും തെറിച്ചു പോകുന്നുണ്ട്. ഇയാളാണെങ്കിൽ തറയിലേക്ക് അങ്ങ് വീഴുകയാണ്. എന്നിട്ട് ശിവൻ ഇയാളുടെ അടുത്തേക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ ഇയാളാകെ പേടിച്ചിങ്ങനെ ശിവനെ നോക്കുന്ന ആ ഒരു സീനാണ്. വീണ്ടും ശിവൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് എന്തായാലും നല്ല രീതിക്ക് കിട്ടും. പിന്നെ ഈ പണിക്ക് അയാൾ നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. നേരത്തെ ശാലിനിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയെങ്കിൽ ഇപ്പോൾ അവിടെ ശിവൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടാനായിട്ട് പോകുന്നത്. അതിന് ശേഷമാണെങ്കിൽ അത് എല്ലാ ഈ രാത്രി സീൻ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ രേഷ്മയുടെ കട അടച്ചിട്ടില്ല. അവിടെയാണെങ്കിൽ റസാക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. റസാഖാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ ചാരി തന്നെ കടയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം രേഷ്മയാണെങ്കിൽ എന്തോ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ റസാഖ് അവിടെ നിൽക്കുന്നത് കാണുകയാണ്. അന്നേരവും രേഷ്മ ഇങ്ങനെ ആകെ ഇങ്ങോട്ട് ആകെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. റസാഖ് കടയും പരിസരവും ഒക്കെ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിൽ ആ ഒരു ഷെൽവിയാണോ അവിടെ ജോലിക്ക് നിൽക്കുന്നത് എന്നറിയാനാണ് ഈ റസാഖ് വന്നിരിക്കുന്നതൊക്കെ. പക്ഷേ ഈ റസാഖിനെ രേഷ്മ കണ്ടതുകൊണ്ട് ഇനി ഷെൽവി പിന്നെ രേഷ്മ വിദഗ്ധമായിട്ട് ഒളിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു പക്ഷേ റസാഖ് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാണ് നോക്കിയിരുന്നതെങ്കിൽ ഈ ഷെൽവിയും കൊണ്ട് രേഷ്മ പോകുന്നത് കാണാമായിരുന്നു. പക്ഷേ ഇവിടെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു അന്വേഷണം റസാഖ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യും, അത് കണ്ടെത്തുകയൊക്കെ ചെയ്യും. ഇവിടെ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു ചടങ്ങുകൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്നാലും ശാരദാമ്മ പറയുന്നത് പോലെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ ചടങ്ങ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.